ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബ്റുഹു. ഖബർ പൊട്ടിപ്പിളർന്ന് മഹ്ശറിലേക്ക് മുഅ്മിനീങ്ങൾ പോകുന്ന നേരത്ത് ഖുർആൻ അവനെ കണ്ടുമുട്ടും. ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ ഖുർആൻ അതിന്റെ ആളുകളെ കണ്ടുമുട്ടും. ഫയഖൂലു ലഹു, എന്നിട്ട് ചോദിക്കും ആ ഖുർആൻ ഈ മനുഷ്യനോട്, ഹൽ തഅരിഫുനി, നിനക്കെന്നെ മനസ്സിലായോ, നിനക്കെന്നെ മനസ്സിലായോ? ഫയഖൂലു മാ അഅരിഫുക, എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ, അറിയില്ല ആരാണ്. ഫയഖൂലു അന സാഹിബുൽ ഖുർആൻ, ഞാൻ നീ ഓതിക്കൊണ്ടിരുന്ന ഖുർആനാണ്, നീ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഖുർആനാണ് ഞാൻ. അല്ലദീ അദ്മൗതുക ഫിൽ ഹവാജിരി വസഹർതു ലൈലക, പകൽ മുഴുവനും പലപ്പോഴും നീ ദാഹം സഹിച്ചും വിശപ്പ് സഹിച്ചും എന്നെ പഠിക്കാനും എന്നെ ഹിഫ്ളാക്കാനും എന്നെ കുറിച്ച് ചർച്ച ചെയ്യാനും എന്നെ കുറിച്ച് നീ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ വേണ്ടി നിന്റെ പകൽ സമയങ്ങളിൽ നീ ക്ലേശം സഹിച്ചവനാണ്. വാസഹർതു ലൈലക, നിന്റെ രാത്രികളിൽ പലപ്പോഴും നീ ഞാൻ കാരണത്താൽ നീ ഒരുപാട് ഉറക്കമിളച്ചവനാണ് എന്നിങ്ങനെ പറയപ്പെടുകയും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്തിലൂടെ സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വിശുദ്ധ ഖുർആൻ ആ നിലക്ക് പഠിച്ചിട്ടുള്ള, പഠിക്കാൻ വേണ്ടി ഹിഫ്ളാക്കാനും പഠിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ആലോചിക്കാനും അതിന്റെ കാര്യത്തിൽ അക്ഷരങ്ങൾ തെറ്റുകൂടാതെ പാരായണം ചെയ്യാനും അതിന്റെ പഠനത്തിൽ ഏർപ്പെട്ടയൊക്കെ ആളുകളെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ പ്രത്യേകമായ കിരീടം ധരിപ്പിക്കുകയും ദുനിയാവിലെ ഒരാൾക്കും വിലയിടാൻ കഴിയാത്ത, വില മതിക്കാനാവാത്ത അത്തരത്തിലുള്ള 2 രൂപത്തിലുള്ള പ്രത്യേക വസ്ത്രങ്ങൾ ഈ ആളുടെ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കപ്പെടും. മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക്. ഫയഖൂലാനി, ആ ഉമ്മയും ഉപ്പയും ചോദിക്കും, ബിമ കുസീനാ ഹാദിഹി, എന്താണ് ഒരു സ്പെഷ്യൽ 2 ഉടയാടകൾ ഞങ്ങൾക്ക് ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഫയുഖാലു, അപ്പോൾ അദ്ദേഹത്തോട് അവരോട് പറയപ്പെടും, ബിഅഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ 2 ആളുടെയും പൊന്നുമോൻ പൊന്നുമോൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിച്ചു നിങ്ങൾ അവരെ ഹിഫ്ളാക്കി, അതുപോലെ തന്നെ അവരത് അർത്ഥം പഠിച്ചു, ആശയം പഠിച്ചു, പാരായണം ചെയ്തു, തജ്വീദ് പഠിച്ചു. അങ്ങനെ ഈ ഗ്രന്ഥത്തെ സ്വീകരിക്കാൻ നിന്റെ കുട്ടികൾ വളരെ താല്പര്യം കാണിച്ചില്ലേ? അതുകൊണ്ട് ആ രൂപത്തിൽ ആ മക്കളുടെ പ്രത്യേകത കാരണത്താൽ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് സ്പെഷ്യൽ 2 ഉടയാടകളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കുട്ടികളെ മ്യൂസിക് പഠിപ്പിക്കാൻ വിടും, ഡാൻസ് പഠിപ്പിക്കാൻ വിടും, പലതിനും വിടും. അള്ളാന്റെ കിതാബ് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പഠിപ്പിക്കാൻ മാത്രം വിടൂല. അതിന് താല്പര്യമില്ല. പലതിനും വിടും, പല കാര്യങ്ങൾക്കും പറഞ്ഞയക്കും, പണം ചെലവഴിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ മക്കള് ഖുർആൻ പഠിക്കട്ടെ, അവരൊന്ന് തെറ്റുകൂടാതെ പാരായണം പഠിക്കട്ടെ, അവർക്ക് കഴിയുന്നത്ര അവർ മനഃപ്പാഠമാക്കട്ടെ. ഇല്ല, അങ്ങനെ ഒരു ശ്രദ്ധ ബഹുഭൂരിഭാഗം ആളുകൾക്കുമില്ല. പക്ഷേ അതിൽ ശ്രദ്ധിക്കുന്ന ധാരാളം ആളുകൾ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ മാസത്തിലെങ്കിലും അതിലേക്കൊന്ന് ശ്രദ്ധ ഉണരാൻ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകുമാറാകട്ടെ.